Hi dear students, my name is Shairus Latin. Today we are going to discuss about Chapter 1 GST based on ICSE syllabus. GSTയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ഉണ്ട്, ടാക്സ്. ടാക്സ് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കേട്ടിട്ടുള്ള ടേം ആണ്. പലർക്കും അറിയാം ടാക്സ് എന്താണെന്നുള്ളത്. നമ്മൾ നിർബന്ധമായും ഗവൺമെന്റിന് കൊടുക്കേണ്ട ഒരു കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കമ്പൽസറി കോൺട്രിബ്യൂഷൻ ടു അവർ ഗവൺമെന്റ്. പല ടൈപ്പിലുള്ള ടാക്സസ് നമുക്കുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഇൻകം ടാക്സ് ഓർ കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ. ഒരു പേഴ്സന്റെ സാലറി ഓർ ഇൻകം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻകം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അത് ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് ഒരു നിശ്ചിത വരുമാനത്തിനും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് ഇത്ര പെർസെൻറ്റേജ് ഗവൺമെന്റിന് പേ ചെയ്യേണ്ടി വരും. അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റ് ടാക്സസ് ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ആണ് ഡയറക്റ്റ് ടാക്സസിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതിനു മുൻപ് നമ്മൾ GSTക്ക് പകരം വേറെ പല ടാക്സുകൾ യൂസ് ചെയ്തിരുന്നു. പല പല ടാക്സുകൾ പല പല പേരിലാണ് അറിഞ്ഞിരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ ഓർ ഓർഗനൈസേഷൻ when they buy goods or services or both. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു സർവീസസ് ഒരു എന്തെങ്കിലും ഒരു തിങ്സ് വാങ്ങുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട ഒരു എമൗണ്ടിനെയാണ്, ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. മാർക്കറ്റ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഈ ഒരു ചാപ്റ്റർ ഇനി പഠിക്കണമെങ്കിൽ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ കുറച്ച് ന്യൂ ടേംസ് നമുക്ക് അറിയണം. ന്യൂ ടേംസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ച ടേംസ് തന്നെയാണ്. ഫസ്റ്റ് ടേം ഡീലർ, എ പേഴ്സൺ ഹു ബൈസ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ റീസെയിൽ. ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുകയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം, ഡീലർ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ടേം കോസ്റ്റ് പ്രൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളൊരു ഐറ്റം കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചിലവാകുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. പ്രൈസ് ഫോർ ബൈയിങ് എ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വൺ ലിസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് ഓർ പ്രിന്റഡ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്നുള്ള ടേമിലാണ് ഇത് കൂടുതൽ അറിയപ്പെടുക. ലിസ്റ്റ് പ്രൈസ്, പ്രിന്റഡ് പ്രൈസ് ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അധികം കാണാൻ പറ്റില്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ. സോ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് മാർക്ക്ഡ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കടകളിലൊക്കെ പോയിട്ട് പാക്കറ്റ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങുന്ന ആൾക്കാരാണ് അല്ലേ. പാക്കറ്റ് ഐറ്റംസിൽ പുറത്തതിൽ ലേബിൾ ചെയ്തിട്ടുണ്ടാവും, അതിന് ഇത്ര രൂപയാണെന്നുള്ള കാര്യമൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് ലിസ്റ്റ് പ്രൈസ് ഓർ മാർക്ക്ഡ് പ്രൈസ് ഓർ പ്രിന്റഡ് പ്രൈസ്. നെക്സ്റ്റ് ടേം ഡിസ്കൗണ്ട്. അതും നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ്. ഒരു ഓഫർ കിട്ടാണ് നമുക്ക്, ഓഫർ ഗിവൺ ഓൺ എ ലിസ്റ്റഡ് പ്രൈസ് ഓർ മാർക്ക്ഡ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് കുറച്ച് തരുവാണെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്കൗണ്ട് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ടേം സെല്ലിംഗ് പ്രൈസ്. ഒരു ഡീലർ ഒരു ഐറ്റം ഒരു തിങ്സ് സെൽ ചെയ്യുന്ന സമയത്ത് സെൽ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ വിളിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന്, സെയിൽ പ്രൈസ്. വേർഡിൽ തന്നെയുണ്ട് മീനിങ്, പ്രൈസ് അറ്റ് വിച്ച് എ പ്രൊഡക്റ്റ് ഇസ് സോൾഡ്. ഹിയർ ഒരു ഫോർമുല എടുക്കുകയാണ്, SP equal to LP minus discount. SP means selling price, LP list price. List price mean marked price. Okay, marked price ൽ നിന്ന് ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസ് കിട്ടും. ഓക്കെ, ഡിസ്കൗണ്ട് ഉള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫെമിലിയർ ആയിരിക്കും, ഡിസ്കൗണ്ട് എന്നുള്ള ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇത്രയും ടേംസ് ആണ് നമ്മൾക്ക് GST എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വേണ്ടുന്ന കുറച്ച് ടേംസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് GST? GST means goods and services tax. അപ്പോൾ എന്താ ഗുഡ്സ്, എന്താ സർവീസസ്, ഇതൊക്കെ അറിയണം അല്ലേ. ഗുഡ്സ് എന്ന് പറയുന്നത് anything which can be taken from one place to another, that is movable. Okay,
ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്ന എനിത്തിങ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗുഡ്സ് എന്ന് വിളിക്കാം. ദെൻ സർവീസസോ, സർവീസസ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. സർവീസസ് ഇൻക്ലൂഡ് ബാങ്കിങ്, ഇൻഷുറൻസ് സർവീസസ് എക്സെട്ര. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും സർവീസസിന് എക്സാമ്പിൾസ് ഒക്കെ. സോ ഗുഡ്സിലും എക്സെപ്റ്റ് മണി ആൻഡ് സെക്യൂരിറ്റീസ് ആണ് കേട്ടോ. മണിയും സെക്യൂരിറ്റീസും ഗുഡ്സിലും പെടില്ല, സർവീസസിലും പെടില്ല, അതറിഞ്ഞിരിക്കാം. ദെൻ all types of indirect taxes combined to a single tax. GST ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ബിഫോർ GST നമ്മൾ യൂസ് ചെയ്തിരുന്നത് VAT എന്ന് പറഞ്ഞൊരു ടാക്സ് സിസ്റ്റം ആണ്, വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് അതുകൂടാതെ വേറെയും ടാക്സുകൾ നമ്മൾ യൂസ് ചെയ്തിരുന്നു. വേറെയും പല പല പേരുകളിലാണ് ടാക്സുകൾ പറഞ്ഞിരുന്നത്. GST വന്നതോടുകൂടി അതെല്ലാം കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരു ടാക്സ്, ഓൾ ഓവർ ഇന്ത്യ ഒരു ടാക്സേ നമുക്കുള്ളൂ. ആ ടാക്സ് എന്ന് പറയുന്നത് GST ആണ്. ഓക്കെ, then it is a consumption based tax at every point of sale or transfer levied by central or state government. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മളാണ് ടാക്സ് കൊടുക്കുന്ന ആൾക്കാർ. GST is a tax. അപ്പോൾ ടാക്സ് കൊടുക്കുന്നത് നമ്മൾ എങ്ങോട്ടാണ് ടാക്സ് കൊടുക്കുന്നത്? ഗവൺമെന്റിന് അല്ലെ. ഗവൺമെന്റ് ടാക്സ് എമൗണ്ട് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ഫർദർ നമ്മുടെ നേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സിന്, അതുപോലെ തന്നെ സാലറീസ് ഓഫ് എംപ്ലോയീസ്, അതുപോലെ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് സ്കീംസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കായിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ്സ് അപ്ലിക്കബിൾ ത്രൂ ഔട്ട് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. And GST is not applicable to petrol, diesel and liquor. The rate of GSTs are 0%, 5%, 12%, 18% and 28%. നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുവിധം എല്ലാത്തിലും നമുക്ക് ഈ ഒരു 5, 12, 18 and 28% ഇതല്ലാതെ വേറൊരു പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് GST റേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വാല്യൂസിലാണ്. ഓക്കെ, ഈ വാല്യൂസ് അല്ലാതെ വേറൊരു പെർസെൻറ്റേജ് GST നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ 0%, ദാറ്റ് മീൻസ് GST ഇല്ലാത്ത ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. സോ അതിനെയാണ് നമ്മൾ 0% എന്ന് പറയുന്നത്. One nation, one tax, that is GST. Next one, GST നെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. 3 types GSTs ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ CGST, സെൻട്രൽ GST എന്ന് പറയും. സെൻട്രൽ GST ആൻഡ് SGST. SGST or UGST പറയും. SGST means state GST. UGST means Union Territory GST. And third one IGST, Integrated GST. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. CGSTയും SGSTയും വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. വിത്തിൻ ദ സ്റ്റേറ്റ് മീൻസ് സ്റ്റേറ്റിനുള്ളിലെ ട്രാൻസാക്ഷൻസിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സിനെയാണ് നമുക്ക് CGST ആൻഡ് SGST എന്ന് വിളിക്കുന്നത്. സോ ദീസ് collected by CGST is collected by central government and SGST is collected by state government. And intra-state transactions എന്നാണ് ഇതിനെ പറയുക. അതായത് വിത്തിൻ ദ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഇൻട്രാ-സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള ടേം ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. സപ്പോസ് നമ്മുടെ ഒരു ടാക്സ് പെർസെൻറ്റേജ് GST പെർസെൻറ്റേജ് 18 ആണെന്ന് വിചാരിക്കാം. 18% 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ആയി പോകും. അതായത് CGST 9% ആൻഡ് SGST 9%. അത് എപ്പോഴും അങ്ങനെയാണ്. വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ 2 ടൈപ്പ് ടാക്സ് ആണ് നമുക്ക് വരാം. 1 ഫോർ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് 1 ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റ്. അത് ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഇന്റഗ്രേറ്റഡ് GST. ഇറ്റ്സ് ഓൾസോ കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. നമ്മൾ വിളിക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നാണ്. അതായത് ഒന്നിലധികം സ്റ്റേറ്റ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ്. ഇപ്പൊ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അത് മുംബൈയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ബാംഗ്ലൂരോ ഒക്കെ കൊണ്ട് വിൽക്കാന്ന് വിചാരിക്കാം. സോ നമുക്ക് 2 സ്റ്റേറ്റ്സിൽ ട്രാൻസാക്ഷൻസ് വരും. നമ്മൾ അവിടെ നിന്ന് ബൈ ചെയ്യുന്നു, ദെൻ ഇവിടെ കൊണ്ട് വിൽക്കുന്നു അല്ലെ.
അപ്പോൾ അങ്ങനെയുള്ളതിലാണ് നമ്മൾ ഏത് ടാക്സ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? IGST യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ GSTന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് മോർ പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മോർ പ്രോബ്ലംസുമായിട്ട് വരാം. അതുവരേക്കും ബൈ.